ക്ലാസ് 8 ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 7th പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മാത്സിൽ ഉണ്ടായിരുന്നു. ഈ മാത്സിൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ മക്കൾ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്? എത്ര പ്രാവശ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ക്ലാസ് 8 നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ക്ലാസ് 8 ക്ലാസ് 9 എത്തുന്ന സമയത്ത് ഹനീന മിസ് ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് 8 ഈ ഒരു വർഗ്ഗങ്ങൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് ചാപ്റ്റർ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്? എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്? ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയാം? Because we are providing syllabus tracker for class 8 students. അതായത് ഞങ്ങളുടെ ഈ ഒരു സിലബസ് ട്രാക്കർ കണ്ടോ, ഈ ഒരു സിലബസ് ട്രാക്കർ ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കയ്യിൽ എത്തിച്ചേരാൻ പോവാണ്. അതും ഇവിടെ ഒന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പോസ്റ്റലായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തും. ഈ ഒരു സിലബസ് ട്രാക്കർ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വേഗം കൊണ്ടുപോയിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഒന്ന് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ എത്ര പ്രാവശ്യം പഠിച്ചു, എത്ര പ്രാവശ്യം റിവൈസ് ചെയ്തു, എത്ര ടോപ്പിക്സ് കവർ ചെയ്തു എന്നുള്ള കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എൻ്റെ തന്നെ എടുക്കട്ടെ, മാത്സ് നോക്ക്. മാത്സിലെ ടോപ്പിക്സ് ഓർ റിമാർക്ക് നിങ്ങൾക്ക് എഴുതാൻ സ്ഥലമുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ ടോപ്പിക്സ് മനസ്സിലാവാത്തതുണ്ടോ, അങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. അതുപോലെ തന്നെ അത് എത്ര പ്രാവശ്യം ആ ചാപ്റ്റർ റിവൈസ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാം. ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത് അവിടെ മാർക്ക് ചെയ്യാം. അങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ, നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി നിങ്ങളെ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റാറിയോ, നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തോരം ചാപ്റ്റർ 8ാം ക്ലാസ്സിൽ മക്കൾ പഠിക്കുന്നത്. ഈ 8ാം ക്ലാസ്സിൽ ആ ചാപ്റ്റേഴ്സ് നിങ്ങളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾ ഏതൊക്കെ പഠിച്ചു, ഇനി ഏതൊക്കെ പഠിക്കാണ്ട്, എത്ര പ്രാവശ്യം റിവൈസ് ചെയ്തു എന്ന്. ബിക്കോസ് നിങ്ങൾ ഈ എക്സാം എത്തുമ്പോഴായിരിക്കും നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഈ ചാപ്റ്റർ പഠിക്കാൻ മറന്നുപോയല്ലോ, മറ്റേ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്റർ പഠിച്ചാൽ മതിയല്ലോ എന്ന്. അങ്ങനെ ഒരു പ്രശ്നം ഇനി വരില്ല. അപ്പൊ നമുക്ക് ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി. ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഈ ചാപ്റ്റർ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുള്ളൂ, അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്തേക്കാം, ഇതിങ്ങനെ ചെയ്യണം, ഇതങ്ങനെ ചെയ്യണം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്തിനു നിങ്ങൾ കാത്തിരിക്കണോടാ? അപ്പൊ എന്തായാലും എൻ്റെ മക്കളെ ഈ ഒരു സിലബസ് ട്രാക്കർ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഇത്ര ചെയ്യേണ്ടുള്ളൂ. ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യമുള്ള ഒരൊറ്റ കാര്യം, ഞങ്ങളുടെ കമന്റ് ബോക്സിന് മുകളിലായിട്ട് സിലബസ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു ഫോം കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരും ക്ലാസ്സും അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ആ അഡ്രസ്സിലേക്ക് ഞങ്ങൾ സിലബസ് ട്രാക്കർ വീട്ടിൽ കൊണ്ടുതരും. സോ മറക്കണ്ട, ഇപ്പൊ തന്നെ ഫോം ഫിൽ ചെയ്തോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോ. ആൻഡ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്തോ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.